ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ആയിട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കുട്ടിക്കാലത്ത് ഓർമ്മ വരുന്ന ചോളപ്പൊടി ഉപ്മാവാണ് ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത്. കുറേ നാളായിട്ട് ഞാൻ തിരഞ്ഞു നടക്കുന്നു. അന്ന് പോർട്ടുഗീഡാമ് കാണാൻ കഴിയുമ്പോൾ അവിടുത്തെ ഒരു കടയിൽ നിന്നാണ് ഇത് കിട്ടിയിട്ടുള്ളത്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് ഞാൻ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് കത്തിച്ച് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിൻ്റെ പച്ചമുളകൊക്കെ പോണ വരെ ഒന്ന് വറുത്തെടുക്കാം അല്ലേ. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ നമ്മുടെ ചോളപ്പൊടി കരിഞ്ഞു പോകുള്ളൂ. അങ്ങനെ നമുക്കിതിനെ നന്നായി ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ചോളപ്പൊടിയൊക്കെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ വറുത്ത ചോളപ്പൊടിയൊക്കെ ഞാനിതാ ചൂടാറാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ ചോളപ്പൊടിയൊക്കെ ഞാനിതാ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ആവി കയറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുന്നത്. അതിന് ഞാനിതാ അതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു കോട്ടൻ്റെ തുണി കൊണ്ട് മേലെ മൂടി കെട്ടിയിട്ടാണ് കേട്ടോ, അതിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആവി കയറ്റുന്നത്. ഇഡ്ഡലി ചെമ്പൊന്നും എടുത്തിട്ടില്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഇതാണ് കേട്ടോ എളുപ്പം തോന്നുന്നത്, പെട്ടെന്ന് ആയി കിട്ടും ചെയ്യും. അങ്ങനെ നമ്മൾ ചോളപ്പൊടിയൊക്കെ നന്നായി ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനൊന്ന് പുട്ടിപ്പൊടിക്കൊക്കെ നനയ്ക്കുന്ന പോലെ ഒന്ന് നനച്ചെടുക്കണം. അടുക്കള കുഞ്ഞു അടുക്കളയാണ്. നമുക്കിതിലേക്ക് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടൊന്ന് കലക്കാം കേട്ടോ. വെള്ളം വെള്ളത്തിൽ നമ്മൾ സാധാ വെള്ളം തന്നെയാണ് നമുക്കൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പുട്ടിനൊക്കെ നനയ്ക്കില്ല, പുട്ടിനൊക്കെ നമ്മൾ നനയ്ക്കില്ല, അതേപോലെ തന്നെ. നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഉപ്മാവ് നന്നായി കുക്കാവും ചെയ്യും, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. കുറച്ച് വെള്ളം നോക്കിയിട്ട് വേണം. അങ്ങനെ നമ്മുടെ പൊടിയൊക്കെ നന്നായി കുഴഞ്ഞ് വന്നിട്ട് കേട്ടോ. നമുക്കിതിനെ ഇതിലേക്കിട്ട് ആവിയാക്കി എടുക്കാം. ആവി കയറട്ടെ, നമുക്കൊന്ന് മൂടി കൊടുക്കാം. ഇടയ്ക്ക് നമുക്ക് തുറന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലാണ് എല്ലാ ഭാഗവും ഒരേപോലെ വേവുള്ളൂ. ഉപ്പുമാവ് എന്തോന്ന് നോക്കാം. നല്ല കുക്കായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിതിനൊന്ന് താളിച്ച് കൊടുക്കണം. അത് ഞാനിതാ നേരത്തെ വറുത്ത് വെച്ച് കഴിഞ്ഞിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിന് നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ താളിക്കുന്നത്. നല്ല മണം വരുന്നുണ്ട്. ഇതിൻ്റെ കട്ടിയാക്കുണ്ട്. അതിന് ഉപ്മാവ് വെന്ത് വന്നിട്ട് നമുക്കിതിനെ താളിച്ച് കൊടുക്കാം കേട്ടോ. അതിന് ഞാനിതാ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ അടുത്തേക്ക് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതാ ഉള്ളി, ഉണക്കമുളക് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം.
നമുക്ക് നന്നായി മൂത്തി കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ചോളപ്പൊടി കൊണ്ട് ഇട്ട് കൊടുക്കാം. മതി. ഒരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് മൂടി കൊടുക്കാം കേട്ടോ. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഉപ്മാവ് കരിഞ്ഞു പോകുള്ളൂ. അങ്ങനെ നമ്മുടെ ഉപ്മാവൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല മണം കേട്ട് കേട്ടോ. നമുക്ക് ഇത് സെർവ് ചെയ്യാം. മൂത്തായി വന്നിട്ടുണ്ട്. നമുക്ക് കട്ടചായ വെച്ചിട്ട് കഴിക്കാം കേട്ടോ. അങ്ങനെ എനിക്ക് ഉക്കാക്ക് മോളിക്കുള്ള കട്ടൻ ചായയൊക്കെ വെച്ചു. പിന്നെ ഇതാ ഉപ്മാവ് എടുത്തിട്ട് ഞങ്ങളിതാ കഴിക്കാൻ പോവാണ് കേട്ടോ. 3 ആൾക്കും കൂടെ ഒരു പ്ലേറ്റ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കൊള്ളായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പണ്ട് അങ്കലവാടിയിൽ നിന്നൊക്കെ കഴിച്ച ആ ടേസ്റ്റ് അങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വോയിസ് കൊടുത്ത് ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഏത് വീഡിയോ നല്ലതെന്ന്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബായ്.